ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞങ്ങളിന്ന് നമ്മുടെ ചിക്കബെള്ളാപ്പുര ആദിയോഗിയുടെ അവിടെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ലഞ്ച് റെസിപ്പിയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വെണ്ടക്ക ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ജസ്റ്റ് വഴറ്റിയെടുത്തു. വേറൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചു. അതേ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തു. സവാള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പോൾ സവാള വഴണ്ടി വരണ സമയത്ത് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരുന്നതായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടിയും ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങയുടെ രണ്ടാം പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തു. അത് കുക്കായി വരണ സമയത്ത് ലാസ്റ്റ് നമ്മൾ നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ പപ്പടവും കൂടി വറക്കുകയാണ്. ഇന്നിപ്പോൾ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. കാരണം ചോറിൻ്റെ കൂടെ പപ്പടം വറുത്തതും അതുപോലെ ഈ വെണ്ടക്ക ഒഴിച്ചുകറി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിതൊക്കെ കൂട്ടിയിട്ട് ഊണൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ അവിടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഞാൻ പുതിയ 2 കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലാണ് വാങ്ങിയത്. കണ്ടോ എങ്ങനെയുണ്ട്? പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഷോപ്പിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചായിരുന്നു. ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഇന്ന് രാവിലെ തന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് കോടിലിംഗേശ്വരിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഈശ ഫൗണ്ടേഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഞങ്ങൾക്ക് പോയി വരാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളിത് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ശിവനെയൊക്കെ കാണുമ്പോഴും പിന്നെ അതുപോലെ ഇപ്പോൾ അവിടെ നന്ദിയുടെ ശില്പവും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും നമുക്കൊരു മനസ്സിനൊരു സമാധാനവും പിന്നെ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സുഖമാണ്. നമ്മുടെ എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മറന്ന് അതുപോലെ തന്നെ നമുക്ക് അവിടെയൊക്കെ പോയി വരുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങളവിടെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പൂജയിലൊക്കെ പങ്കെടുത്തു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ പാച്ചുവിന് അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പാച്ചുവിന് ഐസ്ക്രീമും ജ്യൂസൊക്കെ വേണം. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നമ്മുടെ രാത്രി ഒരു 7 o'clock ആകുമ്പോഴാണ് അവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേസർ ഷോ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അവിടേക്ക് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നല്ല ഒരു സുഖമാണ്. അവിടേക്ക് ഇങ്ങനെ നമുക്ക് ആ ഒരു ടെമ്പിളിൻ്റെ ഒരു എൻവിറോൺമെൻറ്റിലൊക്കെ നിൽക്കാമെന്ന് പറയുന്നത് തന്നെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളൊക്കെ മറന്ന് നമുക്കൊരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്നതൊക്കെ.
പിന്നെ 7 o'clock ആയപ്പോഴേക്കും ലേസർ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.